2024 നിസാൻ മാഗ്നൈറ്റ് ടെക്ന പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 1000cc 3 സിലിണ്ടർ ഇൻലൈൻ വാൽവ് സിലിണ്ടറാണ് എൻജിൻ വരുന്നത്. മാക്സ് ടോർക്ക് 96 Nm ആണ്. മാക്സ് പവർ വരുന്നത് 71 bhp ആണ്. ARAI സർട്ടിഫൈ ചെയ്ത മൈലേജ് 19.4 km ആണ് നിസാൻ മാഗ്നൈറ്റിന്. ലെങ്ത്ത് വരുന്നത് 3.9 meters ആണ്. വിഡ്ത്ത് വരുന്നത് 1.7 meters ആണ്. ഹൈറ്റ് 1.5 meters ആണ്. വീൽ ബേസ് 2.5 meters ആണ്. ടോട്ടൽ വെയ്റ്റ് 1019 kilograms ആണ്. 5 കളേഴ്സിലാണ് നിസാൻ മാഗ്നൈറ്റ് വരുന്നത്. റെഡ് കളറാണ് ഒരെണ്ണം, ബ്ലാക്ക് കളറ്, പിന്നെ വൈറ്റ് കളറ്, ബ്ലൂ കളറ്, പിന്നെ ഓറഞ്ച് കൂപ്പർ സൺറൈസ് എന്ന കളറിലാണ് നിസാൻ മാഗ്നൈറ്റ് വരുന്നത്. ഫ്രണ്ട് ഡോസിൽ പവർ വിൻഡോസ് എല്ലാം വരുന്നുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് ഇൻസൈഡും വരുന്നത്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് തുറന്ന് നോക്കാം. ക്രോം ഹാൻഡിൽസ് തന്നെയാണ് ബാക്ക് സൈഡിനും. 60/40 സീറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും എല്ലാം നിസാൻ മാഗ്നൈറ്റിന് വരുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് ബാക്ക് ഡോറിലും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് നിസാൻ മാഗ്നൈറ്റിന് വരുന്നത്. മേളിൽ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. 336 liters ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ടെക്ന പ്ലസ് എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ പേര്. ഇതിൻ്റെ ഫ്രണ്ട് LED ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും ഓൺ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ടെക്ന പ്ലസ് വേരിയൻറ്റിൻ്റെ ബാക്കിലെ ലൈറ്റ് ഓൺ ചെയ്തേക്കുന്നതാണ്. LED ലൈറ്റ്സ് തന്നെയാണ് ബാക്കിലും വരുന്നത്. 1 liter പെട്രോളും 1 liter ടെർബോ പെട്രോൾ എൻജിൻസാണ് നിസാൻ മാഗ്നൈറ്റിനുള്ളത്. 1 liter പെട്രോൾ എൻജിന് 72 PS ആണ് പവർ വന്നത്. 1 liter ടെർബോ എൻജിന് 100 PS ആണ് പവർ വരുന്നത്. ഓഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. ടോപ്പ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓറഞ്ചും പിന്നെ ബ്ലാക്കും ആയിട്ട് ഡ്യുവൽ ടോൺ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേ. 360 ക്യാമറ ആണ് കൊടുത്തേക്കുന്നത്. AC വെൻസ് എല്ലാം ഡയമണ്ട് കട്ട് ഷേപ്പിലാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫുൾ ഓപ്ഷൻ ഉള്ളത്. ടെക്ന പ്ലസ് എന്നാണ് ഫുൾ ഓപ്ഷൻ്റെ പേര്. നമുക്ക് ഗ്ലോ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഗ്ലോ ബോക്സ് തന്നെയാണ്. ആംബിയൻ ലൈറ്റിംഗ് എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫ്രണ്ടിലെ ഡിജിറ്റൽ ഡിസ്പ്ലേ. നല്ല ഭംഗി തന്നെയാണ് ഡിസ്പ്ലേയും കാണാനായിട്ട്. സ്റ്റിയറിങ്ങിലും വോളിയം കൺട്രോൾസും മെനു കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിസാൻ മാഗ്നൈറ്റിന് വരുന്നത്, ഫുൾ ഓപ്ഷന് വരുന്നത്. ഇതാണ് നിസാൻ മാഗ്നൈറ്റ് ഫുൾ ഓപ്ഷൻ്റെ കീസ്. സെൻറ്ററിൽ ഒരു ആർം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അകത്തൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ പറ്റും. ബാക്ക് സൈഡ് ഡോറിൽ നമുക്കൊന്ന് തുറന്നിട്ട് അകത്ത് കയറി നോക്കാം. സീറ്റിൻ്റെ നടുക്ക് ആർം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്.
സെൻട്രൽ കൺസോളിൽ AC വെൻസ് വരുന്നുണ്ട്. നടുക്കായിട്ടൊരു ലൈറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂമും ലെഗ് റൂമും തന്നെ നിസാൻ മാഗ്നൈറ്റിന് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സും ആർം റെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബൂട്ടൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. 336 ലിറ്റേഴ്സാണ് ബൂട്ട് സ്പേസ് വരുന്നത്. മാനുവലായിട്ട് തന്നെ നമുക്ക് ബൂട്ട് തുറക്കാം. ബൂട്ടിൻ്റെ അകത്ത് നമുക്കൊരു ലൈറ്റും വരുന്നുണ്ട്. സ്പെയർ കിറ്റും ബൂട്ടിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു ഹുക്ക് ഹോൾഡേഴ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് തന്നെ നമുക്ക് സ്പെയർ വീലും കാണാം. R14 ആണ് സ്പെയർ വീല് വരുന്നത്. ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്തത് തേർഡ് വേരിയൻ്റായ എൻ കണക്റ്റ എന്നുള്ള വേരിയൻ്റാണ്. റെഡ് കളർ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ക്രോം ഫിനിഷും എക്സ്റ്റീരിയർ എല്ലാം നല്ല ഭംഗി തന്നെയാണ് എൻ കണക്റ്റൊക്കെ കാണാനായിട്ട്. അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട് എൻ കണക്റ്റ വേരിയൻറ്റിനും. പുറത്ത് എക്സ്റ്റീരിയറിൽ ക്രോം ഡോർ ഹാൻഡിൽസ് തന്നെ കൊടുത്തേക്കണത്. അകത്തൊന്ന് നമുക്ക് കയറി നോക്കാം. ബ്ലാക്കിഷ് ഫിനിഷാണ് എൻ കണക്റ്റൊക്കെ ഉള്ളത്. സീറ്റ്സ് എല്ലാം മാനുവലാണ്. പവർ വിൻഡോസ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി റിട്രാക്റ്റബിളും ആണ് ORVMs. നമുക്ക് ബാക്ക് സൈഡിലെ ഡോറൊന്ന് തുറന്ന് നോക്കാം. ഡോർ ഹാൻഡിൽസ് ക്രോമാണ് വരുന്നത്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. റെയർ സീറ്റ്സിൽ ആർം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സും ആർം റെസ്റ്റിൽ തന്നെ ഉണ്ട്. റെയർ AC വെൻസും വരുന്നുണ്ട് എൻ കണക്റ്റ വേരിയൻറ്റിന്. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും വരുന്നുണ്ട്. തേർഡ് മോഡലായ എൻ കണക്റ്റഡ് ഇൻറ്റീരിയേഴ്സ്, ഫ്രണ്ട് ഇൻറ്റീരിയേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്. ബ്ലാക്കിഷ് ടോണാണ്. ഡയമണ്ട് കട്ട് തന്നെയാണ് AC വെൻസിന്. മാനുവൽ ട്രാൻസ്മിഷനാണ് എൻ കണക്റ്റൊക്കെ വരുന്നത്. നടുക്കൊരു ആർം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. എൻ കണക്റ്റഡ് വേരിയൻറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് കയറി നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ എൻ കണക്റ്റ തേർഡ് വേരിയൻറ്റിനും കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ AC വെൻസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് എൻ കണക്റ്റയും കാണാനായിട്ട്. അടുത്തത് ബേസ് വേരിയൻ്റാണ് നമ്മൾ നോക്കാൻ പോണത്. 4ാമത്തെ വേരിയൻ്റാണത്. വിസ്യ എന്നാണ് ബേസ് വേരിയൻറ്റിൻ്റെ പേര്. എക്സ്റ്റീരിയറിലെല്ലാം ക്രോം ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിലും റെഡ് കളറും ബ്ലാക്ക് കളറും ഓപ്ഷൻസ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിനും അത്യാവശ്യം എക്സ്റ്റീരിയർ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. വീൽ കവറെല്ലാം കൊടുത്തിട്ടുണ്ട് ബേസ് വേരിയൻറ്റിന്. ക്രോം ഡോർ ഹാൻഡിൽസും ബേസ് വേരിയൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിഷ് കളറാണ് ബേസ് വേരിയൻറ്റിന് ഉള്ളിൽ കൊടുത്തേക്കണത്. പവർ വിൻഡോസ് 4 ഡോഴ്സിലും ബേസ് വേരിയൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് വേരിയൻറ്റിന് ഒരു പ്രത്യേകത തന്നെയാണ്. ബാക്ക് സൈഡ് ഡോറ് ഒന്ന് നമുക്ക് ബേസ് വേരിയൻറ്റിനെ നോക്കാം. ബേസ് വേരിയൻറ്റിൻ്റെ ബാക്ക് സൈഡ് സീറ്റ്സിലും ആർം റെസ്റ്റും കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്.
വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സും ബാക്ക് ഡോറിൽ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് നമുക്ക് ടോപ്പ് വേരിയൻ്റ് ആക്കി മാറ്റാനും പറ്റും. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റിൻ്റെ ലുക്ക് തന്നെ ബേസ് വേരിയൻറ്റിന് നമുക്ക് കിട്ടും. ഈസി ഷിഫ്റ്റ് എന്നാണ് ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷന് നിസാൻ പറയുന്നത്. ബേസ് വേരിയൻറ്റിൻ്റെ ഉള്ളിലൊന്ന് നമുക്ക് കയറി നോക്കാം. സ്റ്റീരിയോ ബേസ് വേരിയൻറ്റിന് വരുന്നില്ല, അത് ഓപ്ഷണലാണ്, നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം. AC 6 എയർ ബാഗ്സും സ്റ്റാൻഡേർഡാണ്. മാനുവൽ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഹാൻഡ് ബ്രേക്സ് വരുന്നുണ്ട്. ആർമറെസ്റ്റ് കൊടുത്തിട്ടില്ല. ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിയ ഗ്ലൗ ബോക്സ് തന്നെയാണ്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും ഇല്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് ബേസ് വേരിയൻറ്റിന് ടോപ്പ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ബേസ് വേരിയൻറ്റിൻ്റെ ബാക്കിലൊന്ന് നമുക്ക് കയറി നോക്കാം. AC വെൻസ് ബാക്കിൽ വരുന്നില്ല. പവർ വിൻഡോസ് എല്ലാം ബാക്കിൽ വരുന്നുണ്ട്. ലൈറ്റ്സ് എല്ലാം ബാക്കിൽ വരുന്നുണ്ട്. വിസിയ എന്നാണ് ബേസ് വേരിയൻറ്റിൻ്റെ പേര്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട് ബാക്ക് സൈഡിലും. ലെഗ് റൂമും ഹെഡ് റൂമും എല്ലാം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ഇത് ബേസ് വേരിയൻറ്റിൻ്റെ ലൈറ്റ്സാണ്. ഹാലോജൻ ലൈറ്റ്സാണ് വരുന്നത്. LED DRLs ബേസ് വേരിയൻറ്റിന് വരുന്നില്ല. ഇതാണ് ബേസ് വേരിയൻറ്റ് വിസിയ എന്ന വേരിയൻറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള ലൈറ്റ്സ്. അത്യാവശ്യം ടോപ്പ് വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ് ലൈറ്റ്സ് കാണാൻ. ഇതാണ് ആക്സെൻറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഇതാണ് തേർഡ് വേരിയൻറ്റ് വരുന്നത്. ഫ്രണ്ടിൽ അത്യാവശ്യം ക്രോം ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്കിഡ് പ്ലേറ്റ്സ് എല്ലാം വരുന്നുണ്ട്. ടയേഴ്സ് എല്ലാത്തിനും വീൽ കവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. R16 ആണ് ടയേഴ്സ് വരുന്നത്. ക്രോം ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. മാനുവലാണ് സീറ്റ്സ് വരുന്നത്. പവർ വിൻഡോസും ഓട്ടോമാറ്റിക് ORVMസും ഫ്രണ്ട് ഡോർസിൽ തന്നെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ക്രോം ഡോർ ഹാൻഡിൽസ് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ആർമറെസ്റ്റും സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനയും ബാക്കിൽ വരുന്നുണ്ട്. ഇതാണ് ആക്സെൻറ്റ എന്ന വേരിയൻറ്റിൻ്റെ ഫ്രണ്ട് ലൈറ്റ്സ്. ഹാലോജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. ആക്സെൻറ്റ എന്ന് പറഞ്ഞ തേർഡ് വേരിയൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഈ വേരിയൻറ്റിലും നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. മാനുവൽ ഷിഫ്റ്റാണ് വരുന്നത്. സെൻറ്റർ കൺസോളിൽ ആർമറെസ്റ്റ് വരുന്നില്ല. ഇതാണ് നമുക്ക് ഗ്ലൗ ബോക്സ്. ഇതാണ് ആക്സെൻറ്റ വേരിയൻറ്റിൻ്റെ ബാക്ക് സൈഡിലെ ലൈറ്റ്സ്. സെയിം തന്നെയാണ് കാണാനായിട്ട്. ആക്സെൻറ്റ വേരിയൻറ്റിൻ്റെ ബാക്ക് സൈഡ് ഡോർ നമുക്ക് തുറന്ന് നോക്കാം. ക്രോം ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. ആർമറെസ്റ്റും സെൻറ്ററിൽ വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട് ആർമറെസ്റ്റിൽ. സെയിം തന്നെയാണ് അത്യാവശ്യം. നടുക്കൊരു ലൈറ്റും വരുന്നുണ്ട്.
നല്ല ലെഗ് റൂമും ഹെഡ് റൂമും വരുന്നുണ്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ 3D സറൗണ്ട് ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. ഫുൾ ഓപ്ഷൻ നിസാൻ മാഗ്നൈറ്റ് ടെക്ന വേരിയൻറ്റിൻ്റെ ആംബിയൻറ്റ് ലൈറ്റിംഗ് ആണ് ഈ കാണുന്നത്. 4 കളേഴ്സാണ് ഉള്ളത്. 10 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആംബിയൻറ്റ് ലൈറ്റിംഗ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനും പറ്റും. ഇപ്പോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് ആംബിയൻറ്റ് ലൈറ്റിംഗ് ഇപ്പോൾ ഓഫായി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.